പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, 2020 ഡിസംബർ മാസം 28-ാം തീയതിയാണ് ഞാൻ കണ്ണൂർ കോർപ്പറേഷൻ്റെ മേയറായി ചുമതലയേറ്റത്. 2010-ലാണ് കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ ഒരു കൗൺസിലറായി ഈ മുനിസിപ്പാലിറ്റിയിൽ തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ ഭരണസമിതി അംഗമെന്നതിൽ ഞാൻ കടന്നു വരുന്നു. ആദ്യത്തെ 2 വർഷം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി, പിന്നീടുള്ള 2 വർഷം മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായി. ആ സമയത്ത് തന്നെയാണ് കണ്ണൂരിൻ്റെ വികസനത്തിന് ഈ മുനിസിപ്പാലിറ്റി തൊട്ടടുത്ത പഞ്ചായത്തുകൾ കൂടി ചേർത്തുകൊണ്ട് ഒരു കോർപ്പറേഷനായിട്ട് രൂപീകരിക്കണം എന്ന നിലയിലുള്ള മുന്നേറ്റം പൊതു സമൂഹത്തിൻ്റെ കൂടി പിന്തുണയോടുകൂടി നടത്തിയത്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ കണ്ട് ഈ കാര്യം നമ്മൾ അവതരിപ്പിക്കുന്നത്, അത് അംഗീകരിക്കപ്പെടുകയും തൊട്ടടുത്ത 5 പഞ്ചായത്തുകൾ ചേർത്ത് കോർപ്പറേഷനായിട്ട് രൂപീകരിക്കുകയും ചെയ്തു. ആ കോർപ്പറേഷൻ ഭരണസമിതിയിലെ ഒരു അംഗമാകാനും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ ചെയർമാനാവാനും ലീഡറാവാനും, അതുപോലെ തന്നെ ആ ഭരണസമിതിക്കകത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാവാനും അവസരം ലഭിക്കുകയുണ്ട്. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പ് 2020 നടന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിലാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ മേയറായിട്ട് എന്നെ തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ 28 തീയതി 3 വർഷം പൂർത്തിയാവുകയാണ്. ഈ 3 വർഷ കാലയളവിനുള്ളിൽ കണ്ണൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും പൂർത്തീകരിക്കാനും ഒക്കെ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം നൽകുന്ന വസ്തുത. ആ കോർപ്പറേഷന്റെ ഭരണസമിതി, എല്ലാം കോർപ്പറേഷന്റെ പുതിയ ഭരണസമിതി എന്നുള്ള പറ്റി ഞങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതല്ല. കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒരു ഭരണസമിതി എന്ന് പറയുന്നത് മറ്റൊരു ഭരണസമിതിയുടെ തുടർച്ചയാണ്. ആ നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയും നടപ്പാക്കാതെ പോവുകയും ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അത് ഏറ്റെടുത്ത് വിജയിപ്പിക്കാനും അത് നടപ്പാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ ഗുണഫലം ജനങ്ങൾക്ക് ലഭിക്കാത്ത ആക്കിയെടുക്കാനും വേണ്ടി കഴിഞ്ഞു. ഇതൊരിക്കലും അവസാനിക്കുന്നില്ല. ഇനി അങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കാൻ, ഒരുപാട് കാര്യങ്ങൾ പൂർത്തിയാക്കാനാണ്. അവയൊക്കെ ഭംഗിയായി നിർവഹിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നിർവഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അത് പ്രാദേശിക സർക്കാരാണ്. ഒരാൾ ജനിച്ച ആ ജനനം രജിസ്റ്റർ ചെയ്യുന്നത് ഈ തദ്ദേശ ഭരണ സ്ഥാപനത്തിലാണ്. അവിടെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ, വിവാഹമായാലും അതിനുശേഷം മരണപ്പെട്ടാലും അതൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് തദ്ദേശ സ്ഥാപനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഏത് മേഖലയിലുള്ള ആളായാലും, ഇത് സാധാരണക്കാരനായാലും സമ്പന്നനായാലും ഏതൊരാളായാലും അവരുടെ നിത്യജീവിതവുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെടുന്ന ഒരു തദ്ദേശ സ്ഥാപനം, ആ സ്ഥാപനത്തിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട് എന്നുള്ള നിലയിൽ തന്നെയാണ് പലതും ഏറ്റെടുക്കുകയും നടപ്പാക്കുകയും ചെയ്തു. കഴിഞ്ഞ 3 വർഷത്തെ കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ പലവിധത്തിലുള്ള അംഗീകാരം നേടിയെടുക്കാൻ ഈ കണ്ണൂർ കോർപ്പറേഷൻ കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രത്യേകമായ ഒരു കാര്യമാണ്. അതിനകത്ത് കേന്ദ്ര ഭവന നഗരകാര്യ വകുപ്പിന്റെ സ്റ്റാർട്ടപ്പ് കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷന്റെ നെല്ലിക്ക ആപ്പ്, ആ ആപ്പിലൂടെ മാലിന്യ ശേഖരണം നടത്തുന്ന ഇന്ത്യയിലെ ഏക കോർപ്പറേഷൻ എന്നുള്ള ബഹുമതി കണ്ണൂർ കോർപ്പറേഷൻ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് IUDX പ്ലാറ്റ്ഫോം, ഇന്ത്യൻ അർബൻ ഡാറ്റ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സ്മാർട്ട് സിറ്റികൾക്ക് വേണ്ടി മാത്രമായിട്ട് രൂപം കൊണ്ട ആ പ്ലാറ്റ്ഫോമിലേക്ക് കണ്ണൂർ കോർപ്പറേഷൻ ആ സ്മാർട്ട് സിറ്റി അംഗമല്ലാതിട്ട് പോലും അതിൽ എത്തിപ്പെടാൻ വേണ്ടി കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഉൾപ്പെട്ടതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, നാളെ വീണ്ടും സ്മാർട്ട് സിറ്റികളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ ആ പട്ടികയിലേക്ക് എളുപ്പം കടന്നു വരാൻ ഈ IUDX പ്ലാറ്റ്ഫോമിലേക്കുള്ള എൻട്രി സഹായകരമാകും എന്നുള്ളതാണ്. സ്മാർട്ട് സിറ്റിയിലേക്ക് വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന വലിയ സാമ്പത്തിക സഹായം, ആ സഹായം കൊണ്ട് കണ്ണൂരിൽ ഉണ്ടാകാൻ പോകുന്ന വികസനം അത് എത്രമാത്രം വലുതായിരിക്കുമെന്ന് ഇപ്പോഴും പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്നൊക്കെ സൂചിപ്പിക്കാം. അതുപോലെ തന്നെ ഇനിയും
ഇപ്പം ചെയ്തു കൂട്ടിയ കാര്യങ്ങളും നേടിയെടുക്കുകയോ ഒന്നും ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. ഞാൻ അതൊക്കെ നിങ്ങളുടെ രേഖാമൂലം തന്നിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം ഇനിയും ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഇപ്പം നമ്മൾ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കണ്ണൂർ കോർപ്പറേഷന്റെ ഈ പുതിയ ഭരണസമിതി ഒരുപാട് ഏറ്റവും ഉത്തരവാദിത്തത്തോടെ നല്ല പ്രവർത്തനങ്ങൾ നടത്തി. അതിനകത്ത് അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നെല്ലിക്ക ആപ്പിന്റെ കാര്യം. അത് മാത്രമല്ല, ശുചീകരണ രംഗത്ത് ഏറ്റവും സുത്യർഹമായ രൂപത്തിലാണ്. ഏറ്റവും അഭിമാനകരമായി പറയാൻ കഴിയുന്നത് പലപ്പോഴും മാധ്യമങ്ങളിലെ വാർത്തയായിരുന്നു മാലിന്യ കൂമ്പാരങ്ങൾ, ദുർഗന്ധം വപ്പിക്കുന്ന മാലിന്യ കൂമ്പാരങ്ങൾ. ഈ കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ ഒരു തവണ പോലും അത്തരം മാലിന്യ കൂമ്പാരങ്ങളുടെ ഫോട്ടോ ഒരു പത്രത്തിലും ഇടം പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു. കേരളത്തിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള നഗരമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ സ്വച്ഛ് സർവേസിന്റെ ഭാഗമായി നടത്തുന്ന സർവേ, ആ സർവേയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളെ നിശ്ചയിക്കുന്നത്. ഇൻഡോറാണ് ഇന്ത്യയിൽ 1ാമത്തെ നഗരം. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ, കോർപ്പറേഷൻ ആയാലും മുനിസിപ്പാലിറ്റി ആയാലും, അത് മുനിസിപ്പാലിറ്റികളിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ സർവേ. അത് കേരളത്തിലെ ഏറ്റവും ഉന്നത റാങ്ക് എന്ന് പറയുന്നത് നിലവിൽ 200ാമത്തെ റാങ്കാണ്. അത് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയാണ്. എന്നാൽ പുതിയ സർവേയിൽ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ സ്വച്ഛ സർവേഷന്റെ ഭാഗമായിട്ടുള്ള സർവേക്കകത്ത് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള 25 നഗരത്തിൽ ഒരു നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യവുമായിട്ട് ആണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആ ലക്ഷ്യം പൂർത്തിയായാൽ അത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതമായി മാറും എന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഈയിടെ പത്രത്തിൽ വന്നൊരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കോഴിക്കോട് സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. കണ്ണൂരിനും ആ നിലയിലേക്ക് ഉയർത്താൻ കഴിയും. അത് ലിറ്ററേച്ചറിനെ മറിച്ച് ഫോക്ക് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, സിറ്റി ഓഫ് ക്രാഫ്റ്റ്സ് ആൻഡ് ഫോക്ക് ആർട്സ്, ആ നിലയിലേക്ക് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നടന്നു വരുന്നു. ഏകദേശം 1-2 വർഷത്തെ ശ്രമകരമായ ജോലി ആ മേഖലയിൽ നിർവഹിച്ചാൽ, കൃത്യമായ ചിട്ടയോടെ നിർവഹിച്ചാൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ, കാരണം നമുക്കറിയാം തെയ്യങ്ങളുടെയും തിറയുടെയും നാടാണ്, തിറയുടെയും തറയുടെയും നാടായിട്ടാണ് കണ്ണൂർ അറിയപ്പെടുന്നത്. ഒരുപാട് തെയ്യങ്ങൾ, ആ തെയ്യങ്ങളൊക്കെ തന്നെ കലയുടെ മൂർത്തിഭാവമായിട്ടാണ് നമ്മൾ കരുതി പോകുന്നത്. ആ നിലയിലുള്ള അതിന്റെ കൃത്യമായ ഡോക്യുമെന്റേഷൻ നടത്തി അതൊക്കെ തന്നെ അതിനോടനുബന്ധിച്ച പരിപാടികൾ നടത്തിയാൽ, അതുപോലെ തന്നെ ക്രാഫ്റ്റ് ആ മേഖലയിലുള്ള കാര്യങ്ങൾ നടത്തിയാൽ നമുക്ക് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടാൻ മാത്രമുള്ള വിഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. ആ ഉള്ള വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തി ആ നിലയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ജോലിയും ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പുതിയ മേഖല അധികാരം വയ്ക്കുമ്പോൾ അത് ഉൾപ്പെടെ ചേർത്തുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഈ 5 വർഷ ഭരണ കാലയളവിന് ഉള്ളിൽ ചെയ്യുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിക്കും. ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പലപ്പോഴായിട്ട് പങ്കുവെച്ചതാണ്. ആ സമയത്തൊക്കെ തന്നെ കണ്ണൂർ കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് വേണ്ടി കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണസമിതിയോട് സഹകരിച്ചുകൊണ്ട് നിങ്ങൾ പരമാവധി നമുക്ക് പിന്തുണ തന്നിട്ടുണ്ട്. ആ പിന്തുണ അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തെ പിഴവുകൾ തിരുത്തുവാൻ പരമാവധി സഹായിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം വിമർശനങ്ങൾക്ക് എല്ലാം ശുദ്ധമായ ഭാഷയിൽ തന്നെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. പൊതുരംഗത്ത് വർഷങ്ങളായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിരീക്ഷിക്കുന്നവരാണ് നിങ്ങൾ. ആ നിലയിൽ നിങ്ങൾ നിരീക്ഷിക്കുകയും എന്നെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അതൊക്കെ നല്ല മനസ്സോടുകൂടി തന്നെയാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. രാജിക്കത്ത് കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് സമർപ്പിക്കേണ്ടത്. സെക്രട്ടറിക്ക് രാജിക്കത്ത് സമർപ്പിക്കും. രാജിക്കത്ത് സമർപ്പിക്കുന്നതോടുകൂടി അത് ആ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണം. അപ്പോൾ തന്നെ അതിന്റെ ചുമതല ഉത്തരവാദിത്തം ഡെപ്യൂട്ടി മേയറിൽ വന്നു ചേരും എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റി സെക്രട്ടറി നിഷ്കർഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പുതിയ മേയറെ തെരഞ്ഞെടുക്കുന്ന തീയതി വരെ മേയറുടെ ഇൻചാർജായിട്ട് മേയറുടെ ഉത്തരവാദിത്തം ഡെപ്യൂട്ടി മേയർ എല്ലാ അധികാരത്തോടും കൂടി തന്നെ നിർവഹിക്കുന്നതായി. പടിയിറങ്ങുന്നതിന് മുമ്പ് നല്ല കാര്യങ്ങൾ ചെയ്ത് പറഞ്ഞ പോലെ തന്നെ പല ഒരു അഴിമതി ആരോപണങ്ങൾ, ഒന്ന് താങ്കളുടെ ഈ കൗൺസിലുള്ള ആൾ തന്നെ നല്ലൊരു മുൻ കോൺഗ്രസ് നേതാവായ ഒരാൾ വാർത്താ സമ്മേളനം വിളിച്ച് കോൺഗ്രസിനെതിരെ അഴിമതി ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട്. അത് മാനസികമായ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോഴുള്ളൊരവസ്ഥ. മറ്റൊന്ന്, ഏത് കാര്യവും ആര് പറയുന്നു
ആദ്യമായിട്ടല്ല. ഞാൻ അതാണ് പറഞ്ഞത്. കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ, ഇന്നത്തെ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ ഇതുപോലെ ഒരു വലിയ ആരോപണവും വലിയ വിഷയമൊക്കെ ഉണ്ട്. ആ സമയത്തും ഞാൻ കൗൺസിലിൽ പറഞ്ഞൊരു കാര്യം, ഈ ഒരു വ്യക്തി ഒഴിച്ച് ഈ കൗൺസിലിനകത്ത് 54 അംഗങ്ങൾ ആരെങ്കിലും ഭിന്നാഭിപ്രായം പറഞ്ഞാൽ ഞാൻ ഏത് കാര്യം ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ എന്നിൽ വിശ്വാസം കൊണ്ടു. 54 ആളുകളും വിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരാൾ ഉന്നയിക്കുന്നത് ജനാധിപത്യവും 54 ആളുകൾ ചേർന്നെടുക്കുന്ന തീരുമാനം ഏകാധിപത്യവുമാകുന്നത് ജനാധിപത്യത്തിൽ എങ്ങനെയാണ് എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ ഇന്ന് പറഞ്ഞ കാര്യത്തിന്റെ വിശദാംശങ്ങൾ കൗൺസിൽ യോഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോർപ്പറേഷനിലേക്ക് ഒരാൾ 1000 രൂപ സംഭാവന തന്നാൽ ആ സംഭാവന തരുന്ന വ്യക്തി അഴിമതി നടത്തിയിട്ടാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തരുന്നത്? കോർപ്പറേഷന്റെ പൊതുപണം അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ആസ്തി മറ്റേതെങ്കിലും വ്യക്തിക്ക് കൊടുക്കുകയോ അതുവഴി നേട്ടമുണ്ടാക്കുകയോ ചെയ്യുന്നതിനാണ് ആ നിലയിൽ വ്യാഖ്യാനിക്കേണ്ടത്. കിട്ടുന്ന എന്തും ആരോപണമായിട്ട് ഉന്നയിക്കുക എന്ന നിലയിലേക്ക് കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഈ പദവിയിലേക്ക് എന്റെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ കോർപ്പറേഷൻ കൗൺസിലിലെ ഒരു അംഗം കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് വഴിയുണ്ട്. അദ്ദേഹത്തിന് ഉൾപ്പെടെ അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ, ഞാനതൊന്നും വിശദമാക്കേണ്ട കാര്യമില്ല. ഇവിടെ മേയറുടെ ഉത്തരവാദിത്വത്തിലേക്ക് പാർട്ടി ഒരു തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തിൽ അദ്ദേഹം മേയർ ആവാൻ ആഗ്രഹിച്ചിരുന്നു എന്നതും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുൻപാകെ വന്നതാണ്. അതിനപ്പുറം അതിന് മുൻപുള്ള 5 വർഷ കാലയളവിലെ ഭരണസമിതിയുടെ നിൽപ്പും നടപ്പും അതും നിങ്ങൾ നിരീക്ഷിക്കുക. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ എന്തായിരുന്നു എന്ന് നിരീക്ഷിക്കുക. പലപ്പോഴും ഉപയോഗിക്കുന്ന പദങ്ങളും ആക്ഷേപിക്കുന്നതിലെ വിഷയവുമൊക്കെ നിരീക്ഷിക്കുമ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ സാധാരണഗതിയിൽ പറയുന്ന പോലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് അതൊരു ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് വ്യക്തിവിദ്വേഷവും ആരോടും ഇല്ല. ഞാൻ കുറേയൊക്കെ നന്ദി പ്രകാശിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ആ വ്യക്തിക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. കാരണം നമ്മളൊരു ചുമതല നിർവഹിക്കുമ്പോൾ ആ ചുമതലയിൽ പാടിച്ചുണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധമുണ്ടാകും. കരുതലോടെ നീങ്ങണം. അങ്ങനെ കരുതലോടെ നീങ്ങാൻ അത്തരം വിമർശനങ്ങളും നീക്കങ്ങളും സഹായകരമായിട്ട് പ്രവർത്തിച്ചു എന്നതുകൊണ്ട് തന്നെ ഞാൻ അതിന് പ്രത്യേകമായി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. എല്ലാം തുറന്ന പുസ്തകം പോലെ എല്ലാവരുടെയും മുന്നിൽ ഉണ്ടാകുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് പോലും പ്രസക്തിയില്ല എന്നാണ് എന്റെ വിശ്വാസം. അത് ഈ കൗൺസിലിനകത്ത് നമ്മുടെ കൗൺസിലിനല്ല, അത് രണ്ടുപേരും പാർട്ടിക്ക് പുറത്താണ്. ഒന്ന് മറ്റൊന്ന് ഈ കൗൺസിലിനകത്ത് ഞാൻ കഴിഞ്ഞ കൗൺസിലിനകത്ത് ഇതേ ചോദ്യം ഈ പറഞ്ഞപ്പോൾ ഇതേ വ്യക്തി ഈ കാര്യം പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ അനിത എന്ന് പറയുന്ന കൗൺസിൽ ഉണ്ടായിരുന്നു. അവരോട് ഉൾപ്പെടെയാണ് ഞാൻ ചോദിച്ചത്, ഈ കൗൺസിലിലെ ഏതെങ്കിലും ഒരു വ്യക്തി, ഈ വ്യക്തി ഒഴിച്ച് മറ്റാരെങ്കിലും ഒരാൾ ഈ കാര്യത്തിൽ ഭിന്നാഭിപ്രായം പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്നത് ചെയ്യാം എന്ന് കൗൺസിലിൽ പറഞ്ഞപ്പോൾ ആ വ്യക്തിയും അതിനോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്തത്. പിന്നീട് സ്വാധീനിച്ച് അവിടെ കൊണ്ടുപോയിരുത്തിയെങ്കിൽ അത് അങ്ങനെ പലതും സംഭവിക്കാം. നമ്മൾ അങ്ങനെയാണോ പൊതുരംഗത്തെ നിരീക്ഷിക്കേണ്ടത്? അതല്ല, മറിച്ച് അതിന്റെ അത്തരം ആളുകളുടെ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ചോദ്യം ഉന്നയിക്കുന്ന ബഹുമാനപ്പെട്ട സുഹൃത്തിനും ബോധ്യമായിട്ടുണ്ട് എന്നാണ് വിശ്വാസം. പ്രതിപക്ഷ IRPCയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ താങ്കൾ പടിയിറക്കുന്നതിന് ഒരു പണി കൊടുത്തിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ ആരോപണം. അപ്പൊ അതൊക്കെ ഞാൻ ചോദിക്കുന്നത്, ഒരു കൗൺസിലിലേക്ക് അജണ്ട വരുന്നതിന്റെ നടപടിക്രമം എന്താണ്? അജണ്ട വന്നു കഴിഞ്ഞാൽ കൗൺസിലിൽ വെക്കുക എന്ന് പറയുന്നത് എന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോഴും ഈ ഞാൻ പദവി ഒഴിയാൻ വേണ്ടി തീരുമാനിച്ചതിനകത്ത് അതിനോടൊപ്പം 26 സപ്ലിമെന്ററി അജണ്ടകൾ വെച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഇരിക്കുന്ന പദവി ആർക്ക് വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ പറഞ്ഞല്ലോ, പദവിയല്ല, മറിച്ച് ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോൾ കാലതാമസം ഉണ്ടാവാതിരിക്കുക, അത് ആർക്ക് എന്നുള്ളതല്ല. അതിനകത്ത് വളരെ വ്യക്തമായ പഠനം നടത്തി. ഞാൻ പറഞ്ഞല്ലോ, പയ്യാമലത്തിൽ ഞാൻ പങ്കെടുത്ത ചടങ്ങ്, നിങ്ങൾ അവിടെ നേരത്തെ കൗൺസിൽ പങ്കെടുത്ത ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചത് മുൻ കൗൺസിലർ എന്ന് പറഞ്ഞ് നജ്മുന്നീസ് പറഞ്ഞു. ആ നജ്മുന്നീസ് ഉൾപ്പെടെ ഉള്ള ഒരു ചടങ്ങ് ഞാൻ പയ്യാമലത്തിൽ ഇതേ സംഭവത്തിനകത്ത് പങ്കെടുത്തുകൊണ്ടാണ് വന്നത്. സൗകര്യമില്ലാത്തതിന്റെ പേരിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. കോർപ്പറേഷന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു കെട്ടിടം നിർമ്മിക്കും. ആ ആവശ്യത്തിന് വേണ്ടി നിർവഹിച്ചിട്ട് അവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അവരുടെ ആവശ്യത്തിന് അവർ മറ്റു പല സ്ഥലങ്ങളിൽ തേടി പോകേണ്ടി വരുന്നു. അവിടെ മറ്റൊരാൾക്ക് അവിടെ റൂം അനുവദിച്ചിരിക്കുന്നു. അത്
അന്ന് തീരുമാനമെടുത്ത് തെറ്റാണ് എന്ന് കൗൺസിലിൽ അന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. കാരണം ആ തീരുമാനം കൊടുക്കുമ്പോൾ ഭാവിയിൽ ഇത് വികസിക്കുമ്പോൾ, കാരണം വയോജനങ്ങളുടെ കാര്യമാണ്, ആ വയോജനങ്ങൾക്ക് ഇപ്പോൾ യോഗ പരിശീലനം നടത്തണം, അവർക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റ് നടത്തണം. അതിനൊക്കെ ഒരു സ്ഥല സൗകര്യമില്ല. നിങ്ങൾ പോയി നോക്കണം. അതിനെ രാഷ്ട്രീയമായ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒരിക്കലും ശരിയല്ല. അത്തരം കാര്യങ്ങൾ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ആരോപണം ഉന്നയിച്ചത്. അത് ഉന്നയിക്കുന്ന ആളുകൾക്ക് ബോധ്യമുണ്ട്. അവിടെയുള്ള സൗകര്യങ്ങളെ ഒന്ന് പോയി നിരീക്ഷിച്ചാൽ അത് കൃത്യമായി നിങ്ങൾക്കും ബോധ്യമാകുന്നതാണ്. ഈ പഠനപ്പാലത്ത് ഈ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഉണ്ടായ അത് ഏതെങ്കിലും തരത്തിലൊരു പാളിച്ച വന്നിട്ടുണ്ടോ? അതിനകത്ത് പാളിച്ച ഉണ്ടെന്ന് നിങ്ങൾ ആരും പറയുന്നത് പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം പഠനപ്പാലത്തെ പ്ലാന്റിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച് കഴിഞ്ഞ കൗൺസിലിൽ ചർച്ച നടന്നു. അതിന് തൊട്ട് മുമ്പ് തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു. സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളാണ് എന്നോടൊപ്പം ഇരിക്കുന്നത്. സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗത്ത് ആ യോഗത്തിനകത്ത് അദ്ദേഹം ഒരു ഡിമാൻഡ് മാത്രമേ വെച്ചുള്ളൂ, അത് ഉദ്ഘാടനം നടത്താം, പക്ഷെ 1-ാം തീയതിക്ക് ശേഷമേ പറ്റൂ. നിങ്ങൾ ആലോചിച്ചാൽ മതി. അതിന്റെ ഉദ്ഘാടനം നവംബർ മാസം നിശ്ചയിച്ചതാണ്. നവംബർ മാസം നിശ്ചയിക്കുകയും മന്ത്രിയെ പോയി കാണുകയും ചെയ്തപ്പോൾ മന്ത്രി തീയതി തരാമെന്ന് പറഞ്ഞതാണ്. ആ തീയതി അദ്ദേഹത്തിന് തരാൻ പറ്റിയില്ല. പിന്നീടാണ് അദ്ദേഹത്തിന് സംസ്ഥാന ഗവൺമെന്റ് ബന്ധപ്പെട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പരിപാടിയിൽ 40ഓളം ദിവസം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് മന്ത്രി നിർദ്ദേശിക്കുന്നു, അവിടെ പൂർത്തിയായല്ലോ, ഞാൻ അങ്ങോട്ട് ബന്ധപ്പെട്ടപ്പോൾ ഈ മാസം തന്നെ. അദ്ദേഹം ആദ്യം ജനുവരിയിലാണ് പറഞ്ഞത്. പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഞാൻ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാൾ മേയർ എന്നുള്ള നിലയിൽ ഞാൻ തന്നെയാണ്. അവിടെ ഉണ്ടായിരുന്ന സംഘർഷവും പ്രശ്നങ്ങളും ആ പ്രദേശത്തെ എതിർപ്പും അതിനൊക്കെ വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ തറക്കല്ലിടൽ പ്രവൃത്തി മാത്രമല്ല, അതിന് മുൻപുള്ള കാര്യം ഉൾപ്പെടെ ഈ ഭരണസമിതി തന്നെയാണ് ചെയ്തത്. അത്തരം സമയത്ത് ആ പ്രക്ഷോഭക്കാരൻ അവർക്ക് സഹായകരമായ നിലപാടാണ് ബന്ധപ്പെട്ട അംഗം സ്വീകരിച്ചത്. അവിടുന്ന് ഞങ്ങൾ ഉൾപ്പെടെയാണ് ഇത് കാര്യങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞ് ഉദ്ഘാടനം മാറ്റിവെക്കണം, അത് 1-ാം തീയതിക്ക് ശേഷം നടത്തണം എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? അത് മന്ത്രി തന്ന തീയതിയിൽ നടത്തുക എന്നത് മാത്രമേ ലക്ഷ്യമുള്ളൂ. 30-ാം തീയതിയാണ് മന്ത്രി അനുവദിച്ചു തന്നത്. ആ തീയതിയിൽ നടത്തുമ്പോൾ അന്ന് കാലത്ത് പത്രസമ്മേളനം നടത്തുന്നത് എന്താണ്? പത്രസമ്മേളനത്തിൽ പറയുന്നത് അത് ശരിയായിട്ടില്ല, പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾക്ക് പോയാൽ കാണാൻ വേണ്ടി അതിനകത്തേക്ക് ശേഖരിക്കുന്ന മലിനജലം, ആ മലിനജലം പുറത്തേക്ക് ശുദ്ധജലമായി ഒഴുകി വരുന്നത് നിങ്ങൾക്ക് നേരിട്ട് ബോധ്യമാകുന്നില്ല. അങ്ങനെയുള്ള ഒരു പദ്ധതിയെ അതിനെ പത്രസമ്മേളനം വിളിച്ച് വിമർശിക്കുക, അതുപോലെ തന്നെ വ്യക്തിഹത്യ നടത്തുക, അവിടെ അതിനുശേഷം ഇത് ശരിയല്ല എന്ന് പറഞ്ഞ അതേ വ്യക്തി പിന്നീട് വേദിയിൽ വരിക, ആ വേദിയിൽ നിന്നും ഇത് അവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മൈക്കിലൂടെ പറയുമെന്ന് പുറത്തു പറയുക, നടത്താൻ വിടില്ല എന്ന് പറയുക, ഇതൊക്കെ നമ്മൾ കുറെ കാലമായിട്ട് കാണുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും വ്യക്തികളുടെ സമ്മർദ്ദത്തിൽ വഴങ്ങിയാൽ ഈ രാജ്യത്ത്, ഈ നാട്ടിൽ എന്തെങ്കിലും പ്രവർത്തനം നടത്താൻ സാധിക്കുമോ? അപ്പൊ സമ്മർദ്ദങ്ങൾക്ക് വേണ്ടി വഴങ്ങിയിട്ട് തീരുമാനങ്ങളെ മാറ്റിവെക്കേണ്ട കാര്യമില്ല എന്നതാണ് ഞാൻ പഠിച്ച പാഠം. അതുകൊണ്ട് സമ്മർദ്ദം രാഷ്ട്രീയ അടിസ്ഥാനത്തിലായാലും വ്യക്തിപരമായ രൂപത്തിലായാലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ശരിയെന്ന് തോന്നുന്നത് അതിന്റെ പക്ഷത്ത് ആളുകൾ നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്ന് മാത്രമേ അക്കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, അദ്ദേഹത്തിന്റെ പേരാണ് നോട്ടീസിലുണ്ട്. അപ്പോൾ സംസാരിക്കുന്നതിൽ ആ നോട്ടീസ് ഉൾപ്പെടെ തയ്യാറാക്കി ഉടൻ തന്നെയാണ്. പക്ഷെ അതേ വ്യക്തിയാണ് ഈ തീരുമാനത്തിനെതിരെ, ഈ ഉദ്ഘാടനത്തിനെതിരെ കാലത്ത് പത്രസമ്മേളനം നടത്തി പറയുന്നത്. പിന്നെ അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വിളിക്കാതിരുന്നു എന്ന് പറഞ്ഞത് ശരിയല്ല. മറിച്ച് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായ എല്ലാവരും തന്നെയാണ് പറഞ്ഞത് സമയം വൈകി, അതുകൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ആരും സംസാരിക്കുന്നില്ല. ഇത് ആദ്യത്തെ അനുഭവമല്ല. ഇപ്പൊ കാലത്ത് ഷീലോടിച്ച് ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടന ചടങ്ങിനകത്തും അധ്യക്ഷ പ്രസംഗം നടത്തിയ ഡെപ്യൂട്ടി മേയർ, സ്വാഗത പ്രസംഗം നടത്തിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഉദ്ഘാടനത്തിന് ശേഷം ഇനി ആരും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിലുണ്ടായിരുന്ന ഒരു കൗൺസിലർ കൂടി സംസാരിച്ച് ആ ചടങ്ങ് അവസാനിക്കുക ചെയ്തത്. അത് ഇതിനു മുമ്പും അങ്ങനെയാണ്. കാരണം പറയേണ്ടതെല്ലാം അധ്യക്ഷനോ സ്വാഗത ഭാഷകനോ അതല്ലെങ്കിൽ ഉദ്ഘാടകനോ പറഞ്ഞിട്ടുണ്ടാവും. പിന്നീട് ആവർത്തന വിരസത ഒഴിവാക്കാൻ പൊതുവായി സ്വീകരിക്കുന്ന ഒരു സമീപനമാണ്. പിന്നെ ഈ കാര്യത്തിൽ ഞാൻ പങ്കെടുക്കില്ല എന്നും അല്ലെങ്കിൽ എന്റെ വിയോജനം രേഖപ്പെടുത്തണം എന്നും സ്റ്റിയറിംഗ് കമ്മിറ്റിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ ഇവിടെ രേഖകളുണ്ട്. അതൊക്കെ ആ നിലയിലൊക്കെ ഉള്ളപ്പോൾ അവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇതുപോലത്തെ ഒരു വലിയ ഉദ്ഘാടന പരിപാടി, ആ ഉദ്ഘാടന പരിപാടി കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം നിസ്സാരമല്ല. കേരളത്തിലെ തന്നെ ആദ്യത്തെ പ്ലാന്റാണ്. കോർപ്പറേഷൻ പരിധിക്കകത്തെ മുഴുവൻ ജനങ്ങൾക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പദ്ധതിയാണത്. കാരണം കേരളത്തിൽ പല സ്ഥലത്തും നടപ്പാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു.
ഇപ്പൊ പല സ്ഥലത്തും ആരംഭിച്ചിട്ടുണ്ട്, അത് പൂർത്തീകരിച്ചിട്ടില്ല. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന നിലയിലാണ്. അതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പിന്തുണയുണ്ടായിട്ടുണ്ട്, അമൃത് മിഷന്റെ ഭാഗത്തുനിന്ന് പിന്തുണയുണ്ടായിട്ടുണ്ട്, മന്ത്രി പ്രത്യേകമായ താല്പര്യമെടുത്തിട്ടുണ്ട്, കോർപ്പറേഷൻ അതിനോട് ചേർന്ന് നിന്നിട്ടുണ്ട്, ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനോടൊപ്പം നിന്നു. അങ്ങനെ വന്നപ്പോഴാണ് മന്ത്രി ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ ഈ കാര്യത്തിൽ പറയുന്നത് ഒരു സ്ഥലത്തെങ്കിലും ഉദ്ഘാടനം ചെയ്താൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ബുദ്ധിമുട്ടില്ലാത്ത സംഗതിയാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ മറ്റു സ്ഥലത്തും ഇതുപോലെ ആരംഭിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മുടെ ഭൂഗർഭജലം മലിനപ്പെടാതിരിക്കാൻ ഇതല്ലാതെ മറ്റെന്ത് മാർഗമാണുള്ളത്? സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ കക്ഷി നേതാക്കന്മാർ, ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഭുവനേശ്വറിൽ പോയി കഴിഞ്ഞ ദിവസം അമൃതുമായി ബന്ധപ്പെട്ടു. അവിടെ ഒരു മാധ്യമത്തിനകത്തുണ്ടായിരുന്ന വാർത്ത കോർപ്പറേഷന്റെ ഫണ്ട് ദൂർത്തടിക്കാൻ പോയി എന്നാണ്. കോർപ്പറേഷന്റെ ഫണ്ടല്ല, അമൃത് മിഷൻ ഞങ്ങൾ എല്ലാ കോർപ്പറേഷനിലെ ആളുകളെയും ഓരോ ഘട്ടത്തിൽ ടീമായിട്ട് കൊണ്ടുപോയി. അവസാനമായിട്ടാണ് കൊച്ചി കോർപ്പറേഷനെയും കണ്ണൂർ കോർപ്പറേഷനെയും ഭരണസമിതി അംഗങ്ങളെ കൊണ്ടുപോയത്. അപ്പൊ ആ കൊണ്ടുപോയിട്ട് ഞങ്ങളെ കാണിച്ചു വന്നു. ഒറീസ, ഭുവനേശ്വർ ഇതിനൊരു വലിയ മാതൃകയാണ്. സെപ്റ്റേജ് വേസ്റ്റ്, സിവറേജ് വേസ്റ്റ്, അതുപോലെ തന്നെ 24/7 വാട്ടർ സപ്ലൈ, ഇത്തരം കാര്യത്തിൽ ഒക്കെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം വർഷങ്ങളായിട്ട് നടത്തി. ആ മാതൃക ഇന്ത്യക്ക് മാതൃകയായിട്ട് ഇന്ത്യയിലെ എല്ലാ പട്ടണങ്ങളിൽ നിന്നും അത് പോയി കാണുകയാണ്. അപ്പൊ അത് കണ്ടു വന്നപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാലം കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് 75% കിണറിലെ വെള്ളം മലിനപ്പെട്ടു എന്ന് പറയുമ്പോഴും മൊത്തം ജലാശയങ്ങൾ 83% മലിനപ്പെട്ടു എന്ന് പറയുമ്പോഴും നമ്മൾ അലക്ഷ്യമായി കൈകാര്യതുകൊണ്ടാണ്. അപ്പൊ അത് ശാശ്വതമായ പരിഹാരം സീവേജ് പ്ലാന്റുകളാണ്. ഈ പ്ലാന്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പ്രവർത്തനം വിജയകരമായി നടപ്പാക്കിയെടുക്കാൻ സാധിക്കും എന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ നിലപാട് കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? വികസനത്തിന് രംഗം വെക്കുന്ന നടപടികളാണോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്? നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. എല്ലാ കൗൺസിലും ഒത്തുന്നത് അങ്ങനെ ഒരാൾക്ക് പറയാം, ജനാധിപത്യത്തിൽ സ്വാതന്ത്ര്യമുണ്ട് എന്നതുകൊണ്ട് ആ പറയുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം എതിർപ്പുകളോ സമ്മർദ്ദങ്ങളോ അല്ല. അദ്ദേഹത്തെ ഏത് വ്യക്തി ഉന്നയിച്ചാൽ അപ്പുറത്തെ കൗൺസിലകത്ത് അദ്ദേഹം ഒരു വിഷയം ഉന്നയിച്ചപ്പോൾ അത് ശരിയാണെന്ന് തോന്നുകയും മാറ്റി കാര്യമുണ്ട്. പക്ഷേ ആ വിഷയത്തിന്റെ ഉന്നയിക്കുന്ന എന്തെന്താണോ അതിനെ ആശ്രയിച്ചാണ് അതിനകത്ത് തീരുമാനമെടുക്കുക. അതല്ലാതെ ഇപ്പം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എല്ലാവരും ഡെപ്യൂട്ടി മേയർ കൂടിയുണ്ട്, ബാക്കി അംഗങ്ങളൊക്കെ ഉണ്ട്. എവിടെയാണ് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്? അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ കോർപ്പറേഷൻ ഇപ്പോൾ നേടിയെന്ന് പറയുന്ന നേട്ടങ്ങളൊന്നും തന്നെ നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇപ്പൊ മാസ്റ്റർ പ്ലാന്റെ കാര്യം നേരത്തെ ചർച്ച ചെയ്തു. മാസ്റ്റർ പ്ലാനിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ ആ കമ്മിറ്റിക്കകത്ത് ഭിന്നാഭിപ്രായം വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും ഭിന്നാഭിപ്രായം പറഞ്ഞിട്ടും നമ്മൾ ആ കമ്മിറ്റിക്കകത്ത് അദ്ദേഹത്തെ ഉൾപ്പെടുത്തി. ഈ കൗൺസിലിലെ ഭൂരിപക്ഷം വെച്ചാണെങ്കിൽ ആ കമ്മിറ്റിക്കകത്ത് അദ്ദേഹത്തെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമൃത് 2 വന്നു, അതിന്റെ കോർ കമ്മിറ്റി രൂപീകരിച്ചു. ആ അമൃത് 2 കോർ കമ്മിറ്റിക്കകത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അംഗങ്ങളായിരിക്കണം എന്ന് അതിന്റെ മാർഗരേഖക്കകത്ത് പറയുമ്പോൾ അതിനകത്ത് മറ്റൊരു കൗൺസിലറെ ഉൾപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ച കൗൺസിൽ നടപടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തിയിരുന്നു. ഞങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ വിശാലമായി അദ്ദേഹത്തെ കൂടി ഉൾക്കൊള്ളാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെ ഉൾക്കൊള്ളിക്കപ്പെട്ട പദവി ഉപയോഗിച്ചുകൊണ്ട് ഈ സംവിധാനത്തെ തകർക്കാനും എതിർക്കാനുമാണ് അദ്ദേഹം പരിശ്രമിച്ചത് എന്നതാണ് നമ്മുടെ അനുഭവം. ഒരു ചോദ്യം അതിന്റെ അവിടെ ഇവിടെ കിഫ്ബിയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ സുപ്രീം കൂടി സെക്രട്ടറി അതിലൊക്കെ പോയി. ഈ തുരങ്കം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരുപാട് കാലമായിട്ട് കേൾക്കുന്നതാണ്. ഇവിടെ ഈ എൻ്റെ കഴിവ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബന്ധപ്പെട്ട അതിന്റെ നിർമ്മാണ കമ്പനി ആയാലും അദ്ദേഹം പറഞ്ഞത് അതല്ല. അദ്ദേഹം പറഞ്ഞത് അതിന്റെ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കൺസൾട്ടൻസിയിലൊക്കെ അദ്ദേഹം ആരംഭകാലം മുതൽ തെറ്റിദ്ധാരണ വരുത്താനുള്ള ശ്രമം നടത്തുന്നത്. ഒരാൾക്ക് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയും ഞാനും തമ്മിൽ എന്താണ് ബന്ധം? ഒരു പരസ്യമായ ടെൻഡർ നടപടി നടത്തിയാൽ ആ ടെൻഡർ നടപടിയിൽ മാത്രമല്ല ഈ വർക്ക് എന്ന് പറയേണ്ടതിന് കോർപ്പറേഷൻ എന്ത് പങ്കാണ്? കോർപ്പറേഷൻ സ്ഥലം വിട്ടുകൊടുക്കുന്നു, മുമ്പേ നിശ്ചയിച്ച കൺസൾട്ടൻസിയെ അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നു. ഈ പദ്ധതി തുക അനുവദിച്ചത് ഗവൺമെന്റ് ആണ്, കിഫ്ബിയിലാണ്. ടെൻഡർ നടപടി മുഴുവൻ നടത്തിയിരിക്കുന്നത് ഗവൺമെന്റ് ആണ്, കിഫ്ബിയാണ്. അതിന് നിശ്ചയിച്ച ഇമ്പാക്ട് എന്ന് പറയുന്ന SPV സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ അവരാണ് അതിന്റെ മറ്റു കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്.
കോർപ്പറേഷൻ ഒരു ഇടപെടലും അതിനകത്തില്ല. ഞങ്ങൾ അതിനാവശ്യമായ ഭൗതിക സാഹചര്യം ഒരുക്കുന്നു, ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നു, അവർക്ക് വേണ്ടുന്ന ആശയവിനിമയത്തിന് ആവശ്യമായ സൗകര്യം കൊടുക്കുന്നു. അതിലൊക്കെയാണ് നമ്മുടെ പേര് വലിച്ചെടുക്കുന്നത്. അപ്പൊ അത് പൂർണ്ണമായ ബോധ്യമുള്ള കാര്യമാണ്. ഇത്തരം ഒരുപാട് നമ്മൾ ഇനിയും കേൾക്കേണ്ടി വരും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് പോകുന്നത്. നമ്മൾ തിരിച്ച് അതുപോലെ വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കാനൊന്നും ഞാൻ തയ്യാറില്ല. നമ്മുടെ മുമ്പിൽ ഒരുപാട് ഡാറ്റാസ് ഉണ്ട്. പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആരോപണങ്ങൾ ഉന്നയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയല്ല. നമ്മുടെ മുമ്പിൽ ജനം കാണുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നതാണ് ഞാൻ ശീലിച്ചപ്പോൾ. ഒരു ചോദ്യം കൂടി, അതായത് ഈ കെ സുധാകരൻ മുന്നോട്ട് വെച്ച 1000 കോടിയുടെ മുകളിലുള്ള പദ്ധതി, അതിന് മേയർ അത് പരിഗണിച്ചില്ല എന്നുള്ള ഒരു കാര്യം ക്രെഡിറ്റ് പോകുന്നത് കൊണ്ടാണ് രണ്ടുപേര് സി രഘുനാഥും ഈ പി കെ രാകേഷും. അത് നമുക്ക് പോലും മനസ്സിലായിട്ടില്ല എന്താണ് ആ പ്രൊജക്ട്, അതിന്റെ വസ്തുത എന്താണ് എന്നുള്ള കാര്യം. അപ്പൊ ഇതെങ്ങനെയാണ് ഈ രണ്ടുപേരും യോജിക്കുന്നത്? രണ്ടുപേരും രണ്ട് പക്ഷത്തു നിൽക്കുന്നു. നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. ഗൂഢാലോചന ഏത് കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നു? അപ്പോ രണ്ടുപേരും ഒരേ ലക്ഷ്യവുമായിട്ടുണ്ടാവാം. ഞാൻ ചോദിക്കുന്നത്, ഒരു തദ്ദേശ സ്ഥാപനത്തിന് മാത്രം അങ്ങനെ 1000 കോടി രൂപയുടെ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ കഴിയുമോ? നിങ്ങളൊന്ന് അന്വേഷിക്കുക. സർക്കാരുമായി ബന്ധപ്പെടാതെ ഒരു തദ്ദേശ സ്ഥാപനം 1000 കോടി രൂപ. കണ്ണൂർ കോർപ്പറേഷന്റെ വാർഷിക തനത് വരുമാനം എന്ന് പറയുന്നത് ഏകദേശം 35 കോടി രൂപയാണ്. ഇനി വർധനവോട് കൂടിയേക്കാം. ഈ 35 കോടി രൂപ വാർഷിക വരുമാനമുള്ള ഒരു തദ്ദേശ സ്ഥാപനത്തിന് 1000 കോടി രൂപയുടെ പ്രൊജക്ട് നടപ്പാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണം. ഈ പ്രൊജക്ടിന്റെ ഫണ്ട് എവിടുന്നാണെന്ന് നിങ്ങൾ അന്വേഷിച്ചു? എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ഒരു പ്രൊജക്ട് അദ്ദേഹം നിർദ്ദേശിച്ചു. ആ പ്രൊജക്ട് സംബന്ധിച്ച് ഈ കൗൺസിലിൽ തന്നെ അത് അദ്ദേഹം എന്താ വിളിച്ചു വെക്കുന്നത്? ഈ കൗൺസിലിന് അജണ്ടയായിട്ട് വരികയും അത് തുടർന്ന് അങ്ങോട്ട് ടെൻഡർ നടപടി സ്വീകരിച്ച് 2-3 പദ്ധതികളാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസവും കൂടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ജവഹർ സ്റ്റേഡിയം. എന്റെ മനസ്സിലെ സ്വപ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് ജവഹർ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയമായിട്ട് മാറ്റിക്കൊണ്ടുവരണം. പഴയ ബസ് സ്റ്റാൻഡിനകത്ത് അവിടെ വലിയ ഒരു വ്യാപാര സമുച്ചയം അതെന്താണോ നിശ്ചയിക്കണം. കക്കാടുപുഴ അത് ഏറ്റവും നല്ല ടൂറിസം പ്ലേസ് ആയി മാറ്റിയെടുക്കുന്നതിന് അതിനാവശ്യമായ പ്രവർത്തനം നടത്തണം. അതൊക്കെ ഞങ്ങൾ കക്കാടുപുഴയുടെ കാര്യത്തിലൊക്കെ ഞങ്ങൾ കുറെ ചെയ്തതുമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിനാരും എതിരല്ല. കൗൺസിൽ ആ വിഷയം വന്നു. ആ വിഷയം വന്നു എന്ന് പറഞ്ഞാൽ വാസ്കോസ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കൺസൾട്ടൻസി അദ്ദേഹം ബന്ധപ്പെടുത്തി തന്നു. ആ കമ്പനിയുടെ അവസ്ഥ എന്താണ്? അവർക്ക് ഗവൺമെന്റ് സ്പെഷ്യൽ അക്രഡിറ്റേഷൻ ഉണ്ട്. 5 കോടി രൂപക്കുള്ള പ്രോജക്ട് തയ്യാറാക്കാൻ അവർക്ക് സർക്കാരിന് അനുമതിയില്ലാതെ നമുക്ക് പറ്റും. 5 കോടിക്ക് മുകളിൽ വരുന്ന സംഖ്യയുടെ ഒരു പ്രൊജക്ട് ഉണ്ടാക്കണമെങ്കിൽ ആ പ്രൊജക്ടിന് സർക്കാരിന്റെ അനുമതി വേണം. സർക്കാരിന്റെ അനുമതി വേണമെന്ന് മാത്രമല്ല, അങ്ങനെ വരുമ്പോൾ കൺസൾട്ടൻസി ചാർജ് കൊടുക്കണം. 2% മുകളിൽ അല്ലെങ്കിൽ 2% കൺസൾട്ടൻസി ചാർജ് എന്ന് പറഞ്ഞാൽ 1000 കോടി രൂപയുടെ പ്രൊജക്ട് ആണെങ്കിൽ 20 കോടി രൂപ കൺസൾട്ടൻസി ഫീസ് കൊടുക്കണം. ആ 20 കോടി രൂപ കൺസൾട്ടൻസി ഫീസ് കൊടുത്താൽ പ്രൊജക്ട് നടക്കുന്നില്ല എങ്കിൽ അതിന്റെ ഗതി എന്താണ്? അപ്പോൾ ആരോപണം വേറെയാണ്. അപ്പൊ നമ്മളിത് പഠിച്ച് സാവകാശം നമ്മൾക്ക് ഇതിന് മാതൃകയും കണ്ണൂരിലെ BOT ബസ് സ്റ്റാൻഡ്. ആ BOT ബസ് സ്റ്റാൻഡ് ഇതുപോലെ 2.5-3 വർഷം പഠനം നടത്തി റിസർച്ച് ചെയ്ത് ഇൻഫ്രയെ കൊണ്ട് ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ച് ആ നിലയിലാണ് ആ പദ്ധതി നടപ്പാക്കുന്നത്. അങ്ങനെ സാവകാശം ഗവൺമെന്റുമായിട്ട് ഉൾപ്പെടെ ചർച്ച നടത്തി ഒരു പദ്ധതി കൊണ്ടുവരേണ്ട സമയത്ത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു കാര്യം പറഞ്ഞ് നാളെ മുതൽ അത് നടപ്പാക്കണം. ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുണ്ടായാൽ പോലും സ്വകാര്യ വ്യക്തിയിൽ നിന്ന് സ്ഥാപനത്തിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങാൻ തദ്ദേശ സ്ഥാപനത്തിന് അധികാരമുണ്ടോ? നമ്മൾ ആലോചിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴാരോപണമായിട്ട് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ സാധാരണ ഒരുപാട് സമയത്ത് നോക്കി ഞാൻ ചുമതല ഏറ്റെടുത്ത സമയത്ത് പല ഘട്ടങ്ങളിൽ പറഞ്ഞു 3 മാസത്തിലധികം ഈ പദവിയിൽ ഇരിക്കാൻ ഞാൻ വിടില്ല. ആ നിലയിലായിരുന്നു സമ്മർദ്ദം. ആ സമ്മർദ്ദത്തിൽ ഞാൻ വഴിപ്പെട്ടിട്ടില്ല. പള്ളിക്കുന്ന് പഞ്ചായത്തിൽ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന് 2.5 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് അതുപോലെ സമ്മർദ്ദത്തിൽപ്പെടുത്തി അദ്ദേഹത്തെ കൊണ്ട് അവസാനം രാജിവെപ്പിച്ച് ആ പ്രസിഡന്റ് പദവിയിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. പിന്നീട് തുറന്നു പോകുമ്പോൾ അവസാനം തുറന്നു പോകാൻ പറ്റാത്തതിന് പേരിൽ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹവും രാജിവെച്ച് പോയിട്ടുണ്ട്. 5 വർഷത്തെ ഭരണസമിതിക്കിടയിൽ 11 സെക്രട്ടറിമാർ അവധിയെടുത്ത് മാറി. ആ 5 വർഷത്തിൽ 11 സെക്രട്ടറിമാർ വരണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ മികവ് എത്രമാത്രമായിരുന്നു? ആ നിലയിൽ നിങ്ങൾ അന്വേഷിക്കുക. ഇതൊന്നും ആരോപണമായിട്ട് പറയാൻ ഉദ്ദേശിച്ചല്ല. പക്ഷെ ഈ സമയത്ത് നിങ്ങൾ ചോദിച്ചതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു അസഹിഷ്ണുത വെച്ച് പുലർത്തുന്ന മറ്റാരെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ തുരങ്കം വെക്കുന്ന സമീപനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ
അത് പൊതുരംഗത്തിന് ഗുണകരമാണോ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, നേട്ടങ്ങൾ അതുണ്ടാക്കുന്ന നടപടിയാണോ എന്നൊന്ന് പരിശോധിക്കുക. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ചർച്ച ചെയ്യേണ്ട വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നല്ല സൗഹൃദത്തോടെ നിങ്ങളുടെ ഭാഗത്തുള്ള നല്ല നിർദ്ദേശങ്ങളൊക്കെ ഞാൻ പലപ്പോഴും ഉൾക്കൊണ്ടിട്ടുണ്ട്. കണ്ണൂർ അത് പൊതുവായിട്ടുള്ള നല്ല കാര്യങ്ങളാണ്. ആ നല്ല കാര്യങ്ങൾ ഇനിയും പൊതുരംഗത്ത് തന്നെ ഉള്ള ആളുകളുടെ രൂപത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും മാധ്യമ സമ്മേളനം എന്നുള്ള രൂപത്തിൽ നിങ്ങളോട് എല്ലാവരോടും വ്യക്തിപരമായി ഓരോരുത്തരോടും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വാർത്താ സമ്മേളനം നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമസ്കാരം. നൂതന ചികിത്സാ രീതി ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, SN പാർക്കിന് സമീപം, കണ്ണൂർ. കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം.